ചിക്കമംഗളൂരുവിൽ മരിച്ച ശ്രീനന്ദയുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണ്. പരിക്കുകൾ വീഴ്ച മൂലമുണ്ടായതാണെന്നും അസ്വാഭാവികതയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. രതീഷ് വാസുദേവൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. രതീഷ്, ശ്രീനന്ദയുടെ കുടുംബം വലിയ ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെയും തേർമൽ ഡ്രോൺ ഉപയോഗിച്ചടക്കം പരിശോധനയൊക്കെ നടത്തിയതാണ്. പക്ഷെ ആ ദിവസം ഒന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നലെ എങ്ങനെയാണ് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞത്? അപ്പോൾ അതിൽ അസ്വാഭാവികതയുണ്ട്. അതിനൊപ്പം തന്നെ ഒരു കടക്കാരൻ്റെ സാന്നിധ്യവുമൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ആ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നാണോ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് രതീഷ്? സേതു, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കുടുംബം അത്തരത്തിൽ ചില ആശങ്കകൾ ഉയർത്തിയിരുന്നു. ഈ കുട്ടിയെ കാണാതായത് മുതൽ ചില അസ്വാഭാവികമായ സംശയങ്ങൾ അവർ പ്രകടിപ്പിച്ചിരുന്നു. ചില ദുരൂഹതകൾ പറഞ്ഞിരുന്നു. കാരണം കുട്ടിയെ കാണാതായി ഉടൻ തന്നെ അവർ തിരച്ചിൽ ആരംഭിച്ചു. പക്ഷേ ആ പ്രദേശത്തും ഒന്നും കുട്ടിയെ കണ്ടില്ല. പിന്നെ ദിവസങ്ങൾക്ക് ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ശ്രീനന്ദയുടെ മൃതദേഹം ഈ കൊക്കയിൽ കാണപ്പെട്ടത്. പക്ഷേ ഇതിൻ്റെ പരിസരത്തൊക്കെ അവർ തെരഞ്ഞു എന്ന് തന്നെയാണ്. കുട്ടിയെ ഒരുപാട് തവണ പോലീസ് സ്റ്റേഷനും പ്രാദേശിക ആളുകളെയൊക്കെ കൂട്ടി തെരഞ്ഞു എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ആ സമയത്തൊന്നും പരിക്കേറ്റ നിലയിൽ പോലും ശ്രീനന്ദയെ കണ്ടില്ല എന്നൊരു ആശങ്കയും ഒരു ദുരൂഹതയും ഒക്കെയാണ് അവർ പറഞ്ഞത്. മറ്റു ചില സൂചനകളും മറ്റാരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ എന്നതുള്ള ആശങ്കകളാണ് ആ സമയത്ത് കുടുംബം പങ്കുവച്ചത്. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക സൂചനകൾ വരുമ്പോൾ മരണം നടന്നിരിക്കാനുള്ള സാധ്യത ചൊവ്വാഴ്ച തന്നെയാണ് എന്നാണ് കരുതുന്നത്. അതിൻ്റെ വ്യക്തമായ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. പ്രാഥമിക സൂചനകൾ അനുസരിച്ച് മൃതദേഹത്തിന് പഴക്കമുണ്ട്, 4 ദിവസത്തെ പഴക്കമുണ്ട്, 4 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതായത് ആ മരണപ്പെട്ടു കാണാതായ സമയത്ത് തന്നെ മരണം സംഭവിച്ചിരിക്കാം എന്ന നിഗമനത്തിലേക്ക് ചൂണ്ടുന്ന ചില വിവരങ്ങളാണ് ലഭിക്കുന്നത്. മാത്രവുമല്ല, തലയ്ക്ക് വലതുഭാഗത്ത് ആഴത്തിലേറ്റ മുറിവാണ് മരണകാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ശരീരത്ത് ഈ പോറലുകൾ ഏറ്റിട്ടുണ്ട്, എല്ലുകൾ പൊട്ടിയ നിലയിലാണ്. ഇത്തരത്തിൽ അങ്ങനെയാണ് ശ്രീനന്ദ എത്തിയതെന്നാണ് ഈ ഘട്ടത്തിൽ പറയാവുന്നത്. പക്ഷേ നേരത്തെ കുടുംബം ഉന്നയിച്ച ആശങ്ക അത് വ്യക്തമാക്കാൻ പൂർണ്ണമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരൂ. അവരുടെ ആശങ്കയ്ക്ക് ഒരു ദൂരീകരണം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും വലിയ സങ്കടത്തിലാഴ്ത്തിക്കൊണ്ടാണ് സന്തോഷത്തോടെ വന്ന ഈ കുടുംബത്തിൻ്റെ ഈ തിരിച്ചുപോക്കുണ്ടായത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് മണിക്ധാരയിലെ കൊക്കയിൽ നിന്ന് ബാബാബുദഗിരിയിലെ വലിയ പർവ്വത സമുച്ചയമാണ്, അവിടുത്തെ വെള്ളച്ചാട്ടമാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ് മാണിക്ധാര വെള്ളച്ചാട്ടം. അത് കാണാനാണ് സംഘം എത്തിയത്. ഇന്നലെ 7 മണിയോടെയാണ് ഈ ശ്രീനന്ദയുടെ മൃതദേഹം ചിക്മംഗ്ലൂരിലെ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ എത്തിച്ചത്. തുടർന്ന് പ്രാഥമിക കാര്യങ്ങൾ ഇൻക്വസ്റ്റ് അടക്കം നടത്തിയ ശേഷം 9 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. 2 മണിക്കൂർ കൊണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുകയും 11 മണിയോടെയാണ് പാലക്കാട് കടമ്പഴിപ്പുറത്തേക്ക് രതീഷിലേക്ക് മടങ്ങി വരാം.